ഹലോ എല്ലാവർക്കും നമസ്കാരം. യൂറോപ്യൻ സഞ്ചാരിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടെ വീട് മേടിച്ചപ്പോൾ അവരെങ്ങനെയാണ് വീട് മേടിച്ചതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആയിരുന്നു അത്. അപ്പം ആ വീഡിയോ കണ്ടിട്ട് ഒത്തിരി റെസ്പോൺസസ് വന്നു. ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ പോയി ആ വീഡിയോ കാണണം. അപ്പം ആ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഒത്തിരി റെസ്പോൺസസ് നമുക്ക് വന്നു. അപ്പം ഒരുപാട് സന്തോഷം നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞതില്. അപ്പം ആ റെസ്പോൺസസിൽ ഏറ്റവും കൂടുതലായി നമ്മളോട് ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത വീടിന്റെ, നമ്മുടെ ഫ്രണ്ടിന്റെ വീടിന്റെ കോസ്റ്റ് എത്രയായിരുന്നു ഒത്തിരി പേര് ചോദിച്ചു. അതുപോലെ തന്നെ ഇവിടെ ഒരു വീട് മേടിക്കണമെങ്കിൽ ആവറേജ് കോസ്റ്റ് എത്രയാവുമെന്നും ചോദിച്ചവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിലെല്ലാം നമ്മളൊരു ഗൂഗിൾ ഫോം ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇട്ട ഗൂഗിൾ ഫോമിനകത്ത് വന്ന് കുറച്ച് റെസ്പോൺസസ് എന്ന് പറയുന്നത് ഒരു ഓവറോൾ പ്രൊസീജിയർ, വീട് മേടിക്കാനായിട്ടുള്ള ഓവറോൾ പ്രൊസീജിയറിന്റെ ഒരു വീഡിയോ ചെയ്യാമോ എന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആ വീഡിയോയുടെ ഒരു ഫോളോ അപ്പ് വീഡിയോ ആയിട്ടാണ്. ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു വീട് മേടിക്കുമ്പോഴത്തേന് എത്രയാവും ആവറേജ് കോസ്റ്റ് എന്നുള്ളതും, അതുപോലെ ഒരു ഓവറോൾ പ്രൊസീജിയറും, വീട് വാങ്ങിക്കാൻ വേണ്ട ഒരു ഓവറോൾ പ്രൊസീജിയറും നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോഴത്തേന് ആ വീടിന് എത്ര രൂപയായി, അതിന്റെ കോസ്റ്റ് എത്രയാണെന്ന് ചോദിച്ച് ഒത്തിരി പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളും അവരോട് ചോദിച്ചിട്ടില്ല ആ വീടിന്റെ കോസ്റ്റ്. നമ്മൾ ഉദ്ദേശിച്ചത് അവർ വാങ്ങിച്ച പ്രൊസീജിയർ ആ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ശരിക്കും കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേന് അവരുടെ ഒരു പേഴ്സണൽ ഇൻഫർമേഷൻ അല്ലേ, അപ്പൊ അതുകൊണ്ട് നമുക്കും ആ വീടിന്റെ കോസ്റ്റ് അറിയത്തില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഈ വീഡിയോയിൽ ഒരു വീട് മേടിക്കേണ്ട ആവറേജ് കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്കും അതിന്റെ ഒരു ഏകദേശം ഐഡിയ കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്താണെങ്കിലും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജർമ്മനിയിൽ നമുക്ക് രണ്ട് രീതിയിൽ വീട് മേടിക്കാനായിട്ട് പറ്റും. ഒന്നെന്ന് പറയുന്നത് നമ്മൾ നാട്ടിലെ പോലെ തന്നെ ഒരു സ്ഥലം മേടിച്ച് ബിൽഡറിനെ കൊണ്ട് വീട് പണിയിപ്പിച്ച് നമുക്ക് മേടിക്കാം പുതിയ വീട്. അതല്ല, നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീടും മേടിക്കാനായിട്ട് പറ്റും. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീട് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. നമുക്ക് വീട് കണ്ടുപിടിക്കണമെങ്കിൽ ഓൺലൈനായിട്ട് ഒത്തിരി വെബ്സൈറ്റ്സ് ഉണ്ട്. വെബ്സൈറ്റ്സ് വഴി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇമ്മൊബിലിയൻ, സ്കൗട്ട് 24, ഇമ്മോവെൽറ്റ്, അങ്ങനെ കുറച്ച് വെബ്സൈറ്റ്സ് ഉണ്ട്. അപ്പൊ ഞങ്ങൾക്കറിയാവുന്ന വെബ്സൈറ്റ്സ് എല്ലാം ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഈ വെബ്സൈറ്റ്സ് കൂടാതെ നമുക്ക് ലോക്കൽ ന്യൂസ് പേപ്പർ വഴിയും അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് വഴിയും കൊളീഗ്സ് വഴിയും ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വീട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിനൊന്നും സമയം ഇൻവെസ്റ്റ് ചെയ്യാനില്ലാത്തവർക്കാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഏജൻസ് വഴി, നമ്മുടെ നാട്ടിലൊക്കെ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് ഇല്ലേ, അതുപോലെ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് വീട് മേടിക്കാനായിട്ട് പറ്റും. ഇപ്പൊ ജർമ്മനിൽ അതിനെ മാർക്ലർ എന്നാണ് വിളിക്കുന്നത്, റിയൽ എസ്റ്റേറ്റ് ഏജൻസിനെ. അപ്പം അതും ഒരു വഴിയാണ് വീട് കണ്ടുപിടിക്കാനായിട്ട്. ജർമ്മനിയിൽ നമ്മൾ വീട് വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് ചെലവാകുന്ന പൈസ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ആ വീടിന്റെ പൈസ, അതായത് ഹൗസ് പ്രൈസ്. ഇപ്പം ജർമ്മനിൽ തന്നെ ഹൗസ് കോസ്റ്റ് എന്ന് പറയും. അതുപോലെ ആ വീട് വാങ്ങിക്കാൻ വേണ്ടി, നമ്മുടെ പേരിൽ ആ വീട് ആക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് മുടക്കേണ്ടത് അഡീഷണൽ എക്സ്പെൻസസ്, ജർമ്മനിൽ അതിന് നെയ്ബർ കോസ്റ്റ് എന്ന് പറയും. അപ്പം ഈ ഹൗസ് പ്രൈസ് അല്ലെങ്കിൽ ഹൗസ് കോസ്റ്റ് നമുക്ക് ഇത്ര എമൗണ്ട് ആവും, നമുക്ക് ഒരിക്കലും ഫിക്സ്ഡ് ഒരു എമൗണ്ട് പറയാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പം അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം ഈ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തേത് ആ വീടിന്റെ ലിവിങ് സ്പേസ് എത്രയാണ്. ഇപ്പം ജർമ്മനിൽ അതിനെ വോൺ ഫ്ലഷ് എന്ന് പറയും. രണ്ടെന്ന് പറയുന്നത് ആ വീട് ഇരിക്കുന്ന പ്ലോട്ട്, അതായത് ഗ്രൂൺസ്റ്റൂക്ക്, ജർമ്മനിൽ അതിനെ ഗ്രൂൺസ്റ്റൂക്ക് എന്നാണ് പറയുന്നത് അത്. മൂന്നെന്ന് പറയുന്നത് ആ വീടിന്റെ പഴക്കം, എത്ര രൂപ വേണം ആ വീട് നമുക്ക് റെനോവേറ്റ് ചെയ്യണമെങ്കിൽ വേണ്ടി വരുന്ന പൈസ, അതാണ് മൂന്നാമത്തെ ഫാക്ടർ. നാലാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സിറ്റിയിലാണ്, ഏത് സ്റ്റേറ്റിലാണ് ആ വീട് ഇരിക്കുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അഞ്ചെന്ന് പറയുന്നത് ആ വീടിന്റെ നെയ്ബർഹുഡ്, അതായത് ഫെസിലിറ്റീസ്, ബസ് സ്റ്റോപ്പ് അടുത്താണോ, സ്കൂൾ അടുത്താണോ, റെയിൽവേ സ്റ്റേഷൻ അടുത്താണോ, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അഞ്ചാമത്തെ ഫാക്ടർ. അപ്പം ഈ ഫാക്ടേഴ്സ് ഒക്കെയാണ് മെയിൻലി അതിന്റെ ഹൗസ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പം ഈ ഗ്രാഫിൽ നിങ്ങൾ കാണുന്നത് മലയാളികൾ കുറച്ച് ഉള്ള ജർമ്മനിയിലെ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് സിറ്റീസിൽ നമുക്ക് വീട് മേടിക്കണമെങ്കിൽ 1 മീറ്റർ സ്ക്വയറിന് എത്ര രൂപയാകുമെന്നാണ് പറയുന്നത്. ഈ ഗ്രാഫിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, മ്യൂണിക്കിലാണ് അത് ഏറ്റവും കൂടുതൽ. 1 മീറ്റർ സ്ക്വയറിന് 8,693 യൂറോ ആണ്.
നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ സ്ഥലത്തെ പറ്റി പറയുമ്പോഴത്തേന് സെന്റ് വെച്ച് നമ്മൾ അളക്കുന്ന 1 സെന്റ് 2 സെന്റ് അങ്ങനെ. അപ്പം 1 സെന്റ് എന്ന് പറയുന്നത് 40 മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ മനസ്സിലാകും മ്യൂണിക്കിൽ നമുക്കൊരു 1 സെന്റ് സ്ഥലം മേടിക്കണമെങ്കിൽ എത്ര രൂപയാകുമെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഒത്തിരി ആൾക്കാരും സിറ്റി സെന്ററിൽ നിന്ന് കുറച്ച് ദൂരെ മാറി വീട് മേടിക്കുന്നത്. അപ്പൊ നമ്മൾ ഹൗസ് പ്രൈസ്, അതായത് ഹൗസ് കോസ്റ്റ് എങ്ങനെയാ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് നെയ്ബർ കോസ്റ്റ്. അപ്പം ഈ നെയ്ബർ കോസ്റ്റ് മെയിൻലി 3 ഫാക്ടേഴ്സിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തേന്ന് പറയുന്നത് നോട്ടാർ കോസ്റ്റ്, അതായത് നോട്ടറിക്ക് കൊടുക്കേണ്ട പൈസ. ഈ നോട്ടറിക്ക് നമ്മൾ നോട്ടാർ കോസ്റ്റിനകത്ത് വരുന്നത് ഈ ലാൻഡ് രജിസ്റ്ററിൽ നമ്മൾ പ്രോപ്പർട്ടി മേടിച്ചു എന്ന് നമ്മുടെ പേര് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയുള്ള പൈസയും ഈ നോട്ടാർ കോസ്റ്റിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. രണ്ടാമത്തേന്ന് പറയുന്നത് ഗ്രൂണ്ട് എവേർസ്റ്റോയർ, അതായത് ലാൻഡ് ട്രാൻസ്ഫർ ടാക്സ്. മൂന്നെന്ന് പറയുന്നത് മാക്ലർ പ്രൊവിൻസിയോൺ, അതായത് നമ്മൾ ഏജന്റ് മുഖേനയാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി മേടിക്കുന്നതെങ്കിൽ നമ്മൾ ആ റിയൽ എസ്റ്റേറ്റ് ഏജന്റിന് കൊടുക്കേണ്ട കാശാണ് മാക്ലർ പ്രൊവിൻസിയോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്രാഫ് കാണിക്കുന്നത് നെയ്ബർ കോസ്റ്റ് ജർമ്മനിയിലെ എല്ലാ സ്റ്റേറ്റിലും എത്രയായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഈ ഗ്രാഫ് ആദ്യം കാണുമ്പോഴത്തേന് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും. നമ്മുടെ നോട്ടറിയുടെ കോസ്റ്റ്, നമുക്ക് നോട്ടാർ കോസ്റ്റ് എല്ലാ സ്റ്റേറ്റിലും സെയിം ആണ്. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് വേരി ചെയ്യുന്നത് ലാൻഡ് ട്രാൻസ്ഫർ ടാക്സ് ആണ്, അതായത് ഗ്രൂണ്ട് എവേർസ്റ്റോയർ. അത് മെയിൻലി 3.5% തൊട്ട് 6% വരെ വേരി ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മാക്ലർ പ്രൊവിൻസിയോൺ, അതായത് ബ്രോക്കർ ഫീസ്, അതും ഏതാണ്ട് 3.5% തൊട്ട് 7% വരെ വേരി ചെയ്യും. ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയാലോ എത്രയാകും ഹൗസ് പ്രൈസും നെയ്ബർ കോസ്റ്റും ഒക്കെ എത്രയാവും ഇപ്പൊ നമുക്ക് മനസ്സിലായി. ഇനി ഇപ്പൊ അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിനാൻസിങ് ഓപ്ഷൻസ് തേടുക എന്നുള്ളതാണ്. 95% ആൾക്കാരും ഇവിടെ വീട് മേടിക്കുന്നത് ലോൺ എടുത്താണ്. അപ്പൊ നമ്മള് ഇനി അടുത്തത് ബാങ്കിനെ സമീപിക്കും, എത്ര എമൗണ്ട് വരെ നമുക്ക് ലോൺ കിട്ടുമെന്ന് അറിയാനായിട്ടാ. അപ്പം ബാങ്കിൽ നമ്മൾ സമീപിക്കുമ്പോഴത്തേന് അവര് ആദ്യം തന്നെ നമുക്ക് PR ഉണ്ടോ എന്നാണ് അവർ അന്വേഷിക്കുന്നത്. PR ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ കിട്ടത്തുള്ളൂ. ഒന്നെങ്കിൽ ബാങ്ക് നമുക്ക് ഹൗസ് കോസ്റ്റിനും നെയ്ബർ കോസ്റ്റിനും രണ്ടും നമുക്ക് തരാം. പക്ഷെ അങ്ങനെ കിട്ടുന്നത് വളരെ റെയർ ആണ്. രണ്ടെന്ന് പറയുന്നത് നമുക്ക് ഹൗസ് കോസ്റ്റും ബാങ്ക് തരും, നെയ്ബർ കോസ്റ്റും നമ്മുടെ കയ്യിൽ നിന്ന് അടയ്ക്കണം. മൂന്നെന്ന് പറയുന്നത് ഈ നെയ്ബർ കോസ്റ്റ് നമ്മൾ കയ്യിൽ നിന്ന് അടയ്ക്കുന്നതിന് കൂടാതെ ഒരു 10% 20% ഹൗസ് പ്രൈസിന്റെ എമൗണ്ട് കൂടി നമ്മൾ അടയ്ക്കണം. ബാക്കിയുള്ള ഹൗസ് പ്രൈസ് മാത്രമേ ബാങ്ക് അടയ്ക്കത്തുള്ളൂ. 4 പറയുന്നത് നമുക്ക് ലോൺ കിട്ടത്തില്ല. ലോൺ കിട്ടാനായിട്ട് മിനിമം റിക്വയർമെന്റ് എന്ന് പറയുന്നത് PR വേണം. PR ഉള്ളതുകൊണ്ട് മാത്രം ലോൺ കിട്ടണമെന്ന് നിർബന്ധവും ഇല്ല. അതിന് വേറെ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് ബാങ്ക് നോക്കുന്നത്. അവർ മെയിൻലി നോക്കുന്നത് ഒരു ഫാമിലിയിൽ 2 പേർക്കും PR ഉണ്ടോ, 2 പേരും ഏർണിംഗ് ആണോ, അപ്പം അവരുടെ ഒരു മാസത്തെ നെറ്റ് ഇൻകം എത്രയാണ്, അതുപോലെ തന്നെ ഫിക്സ്ഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് എത്രയാണ്, പിന്നെ എന്തെങ്കിലും അവർക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലോൺ ഉണ്ടോ, കാറിന്റെയോ വേറെ എന്തെങ്കിലും ലോണുകൾ അവർ എടുത്തിട്ടുണ്ടോ, അതൊക്കെയാണ്. അപ്പം ജർമ്മനിൽ തന്നെ ഷൂഫ സ്കോർ എന്ന് പറയും. അപ്പം ആ ബാങ്ക് കൊടുക്കുന്ന ആ സ്കോർ അനുസരിച്ചാണ് എത്ര എമൗണ്ട് അവർക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റുമെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പം ഒരിക്കലും ഒരു ബാങ്കിൽ തന്നെ പോകാതെ പല പല ബാങ്കിൽ നമ്മൾ പോയി അവരുടെ ഓഫേഴ്സ് നമ്മൾ നോക്കണം. അപ്പം ബാങ്കിൽ നോക്കി കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഏജൻസ് പോലെ തന്നെ ക്രെഡിറ്റ് ബ്രോക്കേഴ്സ് ഉണ്ട്. അവർക്ക് ഈ ബാങ്കുകളുമായിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പൊ അവരോട് നമ്മൾ നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റും, ലോൺ നമുക്ക് ശരിയാക്കി തരാൻ പറ്റും പല ബാങ്കിൽ നിന്ന്. അപ്പം ഇവരോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ക്രെഡിറ്റ് ബ്രോക്കേഴ്സിന് അവർക്ക് ബാങ്ക് പേ ചെയ്തോളും. അങ്ങനെ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് ക്രെഡിറ്റ് ബ്രോക്കേഴ്സ് ആണ് ഡോക്ടർ ക്ലൈൻ, പിന്നെ ഇന്റർഹൈപ്പ് പിന്നെ പ്ലാനറ്റ് ഹോം, അങ്ങനെ കുറച്ച് ക്രെഡിറ്റ് ബ്രോക്കേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ കയറി നോക്കാം.
വേറൊരു ഫിനാൻസിങ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്ക് ഉണ്ട്, KFW എന്ന് പറയുന്ന ബാങ്ക്. അതൊരു ഗവൺമെന്റ് ഫണ്ടഡ് ബാങ്ക് ആണ്. അവർ സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പഴയ വീട് വാങ്ങിക്കാനാണ് ആഗ്രഹം, എന്നിട്ട് ആ പഴയ വീട് വാങ്ങിച്ചിട്ട് റെനോവേറ്റ് ചെയ്തൊരു എനർജി എഫിഷ്യന്റ് വീടാക്കാനാണ് ആഗ്രഹമെങ്കിൽ അവർ കുറച്ച് ഗ്രാന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 18 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുള്ള അച്ഛനമ്മമാർക്ക് വീട് വാങ്ങിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ അവര് ഒരു വർഷം 1200 യൂറോ തന്നു അതുപോലത്തെ 10 ഇൻസ്റ്റാൾമെന്റ് അവര് എമൗണ്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പം അത് വാങ്ങിക്കാനായിട്ടാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ തുടങ്ങുക അതിന്റെ പ്രിപ്പറേഷൻസ്. കാരണം അത് സെപ്റ്റംബർ 2018 തൊട്ട് ഈ മാർച്ച് 2021 വരെ അത് ഉള്ളൂ, ആ സ്കീം ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അവര് അത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ അതിനൊരു തീരുമാനം വന്നിട്ടില്ല. പിന്നെ നിങ്ങൾ ഇതുപോലത്തെ സ്കീമുകൾ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ബാങ്ക് ആയിട്ടോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ബ്രോക്കേഴ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യണം. കാരണം ഇവർ ബാങ്ക് വഴിയും ഈ ക്രെഡിറ്റ് ബ്രോക്കേഴ്സ് വഴിയൊക്കെയാണ് ഇവർ ആ സ്കീം അല്ലെങ്കിൽ ആ സബ്സിഡി നമുക്ക് തരുന്നത്. പിന്നെ ഈ ബാങ്കിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ സബ്സിഡീസ് കാണാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഫിനാൻഷ്യൽ കൺഫർമേഷൻ കിട്ടി ബാങ്കിൽ നിന്ന്. അപ്പം അങ്ങനെ ഫിനാൻഷ്യൽ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീട് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ നമ്മൾ സെല്ലറിന് കൊടുക്കണം. അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോട്ടറിയെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നോട്ടറിയെ കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ട് ഈ നോട്ടറിയാണ് നമുക്ക് ഈ പർച്ചേസ് എഗ്രിമെന്റ് തയ്യാറാക്കുന്നതും അതുപോലെ ഈ പർച്ചേസ് ലീഗലാക്കുന്നതും. അപ്പം ഈ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ലീഗൽ ടേംസ് ആൻഡ് കണ്ടീഷൻസും നോട്ടറി നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യും. അപ്പം നമ്മൾ സെല്ലറും അതുപോലെ തന്നെ ബയ്യറും അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി നമ്മൾ 3 പേരും, അതായത് നോട്ടറിയും ബയ്യറും സെല്ലറും കൂടെ ഒരു ഡേറ്റ് കണ്ടുപിടിച്ച് ആ ദിവസം ഈ നോട്ടറി ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നുകൂടെ വായിച്ച് ഇരു കൂട്ടർക്കും അത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്, ചോദ്യങ്ങളൊന്നും ഇല്ല എങ്കിൽ നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്യും. ആ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതോടുകൂടി ആ പർച്ചേസ് അവിടെ നടക്കും. പക്ഷെ എന്നാലും നമ്മുടെ ഓണർഷിപ്പ്, ആ വീടിന്റെ ഓണർഷിപ്പ് നമ്മുടെ പേരിലാവത്തില്ല. അതാവണമെങ്കിൽ കുറച്ചും കൂടെ ആഴ്ചകൾ എടുക്കും. അപ്പം ഈ ആഴ്ചകൾ എടുക്കുന്നത് നമ്മൾ ഈ ഗ്രൂണ്ട് ബുക്കില് നമ്മുടെ പേര് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. അതായത് ലാൻഡ് രജിസ്റ്ററിൽ നമ്മുടെ പേര് ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ ആ വീടിന്റെ ഓണർഷിപ്പ് നമ്മുടെ പേരിലോട്ട് വരത്തുള്ളൂ. നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന സമയത്ത് നോട്ടാറിനോട് നമ്മൾ പ്രയോറിറ്റി നോട്ടീസ് ഓഫ് കൺവെയൻസ്, അതിനെ ജർമ്മനിലെ ഔഫ്ലാസുങ്സ് ഫോർമേർക്കും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം. കാരണം നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന സമയം തൊട്ട് ഗ്രൂണ്ട് ബുക്കിൽ നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യുന്ന സമയം വരെ കുറച്ച് ആഴ്ചകൾ എടുക്കും. ഈ സമയത്ത് ഈ സെല്ലർക്ക് നല്ലൊരു ബെറ്റർ ഡീല് വരുമ്പോഴത്തേന് ഈ കോൺട്രാക്റ്റിൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കാനും നമ്മുടെ ഈ പർച്ചേസിനെ കുറച്ച് സെക്യൂർ ആക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ പ്രയോറിറ്റി നോട്ടീസ് ഓഫ് കൺവെയൻസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇവിടെ വീട് മേടിക്കുന്നതിന്റെ ഓവറോൾ പ്രൊസീജിയേഴ്സ്. കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ലൈറ്റ് ആയിട്ടും അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടും പറയാൻ പറ്റിയെന്നാണ് എന്റെ വിശ്വാസം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുവാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ പറയുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. അതിലെല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.